നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. ആയുധ പ്രതിരോധ സംവിധാനങ്ങളിലെ മികവ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കപ്പെടുക എന്നതും. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും ചില ഘട്ടങ്ങളിലെങ്കിലും അതിർത്തി സംരക്ഷണത്തിൽ ചില വെല്ലുവിളികൾ ഉയരാറുണ്ട്. പ്രത്യേകിച്ച് ബംഗ്ലാദേശും പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തികളിൽ. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള 4096 കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിർത്തി ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ കര അതിർത്തിയാണ്. ഇതിൽ ഏകദേശം 900 കിലോമീറ്ററോളം ഇപ്പോഴും വേലിയില്ലാതെ കിടക്കുകയാണ്. ഈ ഒരു പാത ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ കുടിയേറ്റക്കാർ പ്രധാനമായും ഉപയോഗിക്കാറുണ്ട്. വേലി കെട്ടാൻ പ്രായോഗിക ബുദ്ധിമുട്ടുള്ള ബ്രഹ്മപുത്ര, ഗംഗാ നദീതടങ്ങളിലൂടെ ചെറുകിട ബോട്ടുകൾ ഉപയോഗിച്ചാണ് പലരും അതിർത്തി കടക്കുന്നത്. അതിനാൽ അതിർത്തി സുരക്ഷ ശക്തമാക്കുക എന്നത് രാജ്യത്തെ സംബന്ധിച്ച് ഏറെ വെല്ലുവിളി ഉയർത്തുന്ന കാര്യമാണ്. എന്നാൽ അതിർത്തിയിലെ സുരക്ഷ ശക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർണായക പ്രഖ്യാപനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നടത്തിയിരിക്കുകയാണ്. ഇന്ത്യക്ക് ബംഗ്ലാദേശും പാകിസ്ഥാനുമായിട്ടുള്ള 6000 കിലോമീറ്റർ വരുന്ന അതിർത്തിയിൽ അടുത്ത വർഷം സ്മാർട്ട് ബോർഡർ സംവിധാനം ഏർപ്പെടുത്താനാണ് ഇന്ത്യയുടെ പദ്ധതി. അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റം, കള്ളക്കടത്ത്, അനധികൃത കുടിയേറ്റം എന്നിവ തടയുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പ്രഖ്യാപനം. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് സംഘടിപ്പിച്ച വാർഷിക റുസ്തംജി സ്മാരക പ്രഭാഷണത്തിൽ സംസാരിക്കവെയാണ് അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത മോണിറ്ററിംഗ് ടൂളുകളും ഉപയോഗിച്ച് പാകിസ്ഥാനുമായും ബംഗ്ലാദേശുമായിട്ടുള്ള ഏകദേശം 6000 കിലോമീറ്ററോളമുള്ള അതിർത്തി ഒരിക്കലും ഭേദിക്കാനാവാത്തതാക്കുകയാണെന്ന് അമിത് ഷാ പ്രഖ്യാപിച്ചത്. അതിർത്തിയിലെ സുരക്ഷിതമില്ലാത്തതും എളുപ്പത്തിൽ നുഴഞ്ഞു കയറാൻ സാധ്യതയുള്ളതുമായ ഭാഗങ്ങൾ തത്സമയം നിരീക്ഷിക്കുന്നതിനായി ഡ്രോണുകൾ, റഡാറുകൾ, തെർമൽ ഇമേജറുകൾ, സ്മാർട്ട് ക്യാമറകൾ, സെൻസർ അധിഷ്ഠിത നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ള കോംപ്രിഹെൻസീവ് ഇൻ്റഗ്രേറ്റഡ് ബോർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റം അഥവാ CIBMSൻ്റെ ചുവട് പിടിച്ചായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കാൻ സാധ്യത. നിലവിൽ ഈ സംവിധാനത്തിന് കീഴിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ തിരഞ്ഞെടുത്ത ചില ഭാഗങ്ങളിൽ ലേസർ ബാരിയറുകൾ, ഭൂഗർഭ സെൻസറുകൾ, ഹൈ റെസൊല്യൂഷൻ ക്യാമറകൾ, 24 മണിക്കൂർ നിരീക്ഷണം സാധ്യമാക്കുന്ന കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻ്ററുകൾ എന്നിവ ഉപയോഗിക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിലെയും അസമിലെയും നദീതട മേഖലകൾ, ഗുജറാത്തിലെ ചതുപ്പ് നിലങ്ങൾ, ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്നുള്ള ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങൾ എന്നിവയുൾപ്പെടെ പല മേഖലകളിലെയും ദുർഘടമായ ഭൂപ്രകൃതി കാരണം അതിർത്തി സംരക്ഷണം സൈന്യത്തിന് ചില ഘട്ടങ്ങളിലെങ്കിലും വെല്ലുവിളിയാണ്. അതിനാൽ പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള ഈ നടപടി ഏറെ നിർണായകം തന്നെയാണ്. പശ്ചിമ ബംഗാൾ, അസം, ത്രിപുര തുടങ്ങിയ കിഴക്കൻ അതിർത്തി സംസ്ഥാനങ്ങളിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത നുഴഞ്ഞുകയറ്റം ദേശീയ സുരക്ഷയ്ക്കും ജനസംഖ്യാപരമായ ഘടനയ്ക്കും ഭീഷണിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും മറ്റ് കേന്ദ്ര സർക്കാർ വക്താക്കളും ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിർത്തി സുരക്ഷ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉടൻ തന്നെ ഈ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുടെ യോഗം വിളിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നുഴഞ്ഞുകയറ്റം, കള്ളക്കടത്ത്, അനധികൃത കുടിയേറ്റം എന്നിവയും പാകിസ്ഥാന്റെ കാര്യത്തിൽ അതിർത്തി കടന്നുള്ള ഭീകരവാദവും ഉയർത്തുന്ന ആശങ്കകൾ കാരണം ഇന്ത്യയുടെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതിർത്തികൾ അതീവ സങ്കീർണമായിട്ടാണ് തുടരുന്നത്. സമീപ വർഷങ്ങളിൽ പാകിസ്ഥാൻ അതിർത്തിയിലൂടെ ആയുധങ്ങളും മയക്കുമരുന്നും പണവും കടത്തുന്നതിനായി ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നത് സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തി പിടികൂടിയിരുന്നു. ഈ സംഭവങ്ങളും വലിയ ആശങ്കയുണ്ടാക്കുന്നതിനിടയിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നിർണായക പ്രഖ്യാപനം. ഇതിനിടെ ബംഗാളിനും ബംഗ്ലാദേശിനും ഇടയിൽ അതിർത്തി വേലി കെട്ടാൻ 120 ഏക്കർ ഭൂമി ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി വിട്ടുകൊടുത്തതും ഇതിലേറെ നിർണായകമായിരുന്നു. ഇതോടെ ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന ബംഗാളിലെ 22 കിലോമീറ്റർ മാത്രം വീതിയുള്ള സിലിഗുരി ഇടനാഴിയെ വെട്ടിമുറിച്ച് ഇന്ത്യയുടെ 8 ബംഗ്ലാദേശിനോട് ചേർക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നീക്കവും പൊളിയുകയാണ്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി വേലി ഉയർന്നതിനൊപ്പം ചിക്കൻ നെക്ക് പ്രദേശത്ത് കൂറ്റൻ മതിലുകളും പ്രത്യേകമായി പണിയും. ആകെയുള്ള 2200 കിലോമീറ്റർ ദൂരത്തിലുള്ള ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ 1200 കിലോമീറ്ററോളം അതിർത്തി വേലി ഉയർന്നിട്ടുണ്ട്. ഇനി 600 കിലോമീറ്റർ ദൂരം കൂടിയേ അതിർത്തി വേലി ഉയരാനുള്ളൂ. ബംഗാളിലെ വളരെ വീതി കുറഞ്ഞ സിലിഗുരി ഇടനാഴിയാണ് ചിക്കൻ സ്നെക്ക് എന്നറിയപ്പെടുന്നത്. അതായത് ഒരു കോഴിയുടെ കഴുത്ത് പോലെ ഇടുങ്ങിയ ഒരു ഭൂപ്രദേശമാണിത്. ഒരു വശത്ത് നേപ്പാളും മറുവശത്ത് ബംഗ്ലാദേശുമുള്ള ഈ ഇന്ത്യൻ പ്രദേശത്തിന്റെ വീതി വെറും 22 കിലോമീറ്റർ മാത്രമാണ്.